ഹിന്ദു രാഷ്ട്രമല്ല നല്ലത്. ഹിന്ദു രാഷ്ട്രം തന്നെയാണ് വേണ്ടത്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്. 10,000 വർഷമായിട്ട് ഇത് ഹിന്ദു രാഷ്ട്രമാണ്. അത് മാറ്റാൻ ശ്രമിച്ച ബാബറും ബ്രിട്ടീഷുകാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പാകിസ്ഥാനും ചൈനയും പിന്നെ ജനൻ ടി വി ഒഴിച്ചുള്ള കേരളത്തിലെ മീഡിയയും തോറ്റുപോയി. അത്രേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മോങ്ങലുകളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഓരിയിടലുകള്, ഊളിയിടലുകള്, ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് എന്താന്ന് ചോദിച്ചാല് മോഹൻലാൽ സിനിമ പറയുന്ന പോലെ ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസം എന്ന് പറഞ്ഞ പോലെയാണ്. കഴിഞ്ഞ 32 വർഷമായിട്ട് ഇവരുടെ ആ മോങ്ങല് ഇന്നത്തെ മോങ്ങല് കൊണ്ട് അവസാനിക്കും തോന്നില്ല. ഇനി മോങ്ങല് കൂടത്തേ ഉള്ളൂ. ഇനി പല പല കാര്യങ്ങൾ ഇവർക്ക് മോങ്ങാൻ വേണ്ടി വരും. അതില് ഒരു കാര്യം, ഈ ലോകത്ത് പല ഭാഷകളുണ്ട്, പല ജോഗ്രാഫിക്കൽ ഏരിയ ഉണ്ട്. അതിൽ ഈ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയിലും കേരളം എന്ന് പറയുന്ന ഒരു ജോഗ്രഫിയിലും മാത്രമേ ഇന്ന് ഇത്രയും വലിയ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും സനാതന വിരുദ്ധതയും കണ്ടുള്ളൂ. മറ്റ് സ്ഥലത്തൊന്നും കണ്ടില്ല. ഇന്ത്യക്ക് 27 സ്റ്റേറ്റ് ഉണ്ട്. ഇന്ത്യക്കാർ ലോകത്തിന്റെ മറ്റു പല ഭാഗത്തുണ്ട്. അവിടെയൊന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ മാത്രം കൈരളി ടിവിയുടെയും ഇടതു മുന്നണിയുടെയും ജിഹാദികളുടെയും കോൺഗ്രസുകാരുടെയും നേതൃത്വത്തിൽ പല വ്യാജ കഥകളും വ്യാജ നറേഷനുകളും ടൂൾ കിറ്റുകളും ക്യാപ്സൂളുകളും എല്ലാം ഇറക്കി ഇതിന്റെ ഈ ആഘോഷത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് പഴയ പോലെ ഇപ്രാവശ്യം നടന്നില്ല. എന്ന് മാത്രമല്ല, ഇവിടുത്തെ ഒരു സമൂഹം, ഹിന്ദു സമൂഹത്തിന്റെ കൂടെയാണ് ഈ ഒരു പ്രശ്നത്തിൽ ക്രിസ്ത്യാനികൾ നിന്നത്. കാരണം ഹാഗ സോഫിയയുടെ കാര്യം കൊണ്ട് തന്നെ ആയിരിക്കണമെന്ന് തോന്നുന്നു. അതുപോലെ ഈയിടെ ഈ ഹമാസിനെ കൂട്ടി ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ പോയതും അതിനുവേണ്ടി ഇവിടെ കഴിഞ്ഞ 6 മാസമായിട്ട് നടക്കുന്ന അഭ്യാസങ്ങളും ഒക്കെ കാരണമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ക്രൈസ്തവ ജനത ഹിന്ദു സമൂഹത്തിന്റെ കൂടെയും ഈ ഇപ്പോൾ നടന്നിട്ടുള്ള രാമരാജ്യത്തിന്റെ പുനരേകീകരണം എന്ന് പറയാം. ഇനി അടുത്തത്, ഞാൻ ഇതിന്റെ ലോക്കൽ കാര്യത്തിൽ അധികം ബോധേഡല്ല. പക്ഷെ ഇതിന്റെ ഇന്റർനാഷണൽ ആയിട്ട് വരാൻ പോകുന്ന ഗുണഗണങ്ങളാണ് ഈ രാമരാജ്യത്തെ സമ്പുഷ്ടമാക്കുന്നത്. അതായത് ഇന്ത്യക്ക് പണ്ടുണ്ടായിരുന്ന ഗ്ലോറി, രാമരാജ്യമായിരുന്നപ്പോഴും ഇവിടെ ഹിന്ദു രാജാക്കന്മാരും ഭരിച്ചിരുന്നപ്പം ഇന്ത്യയിൽ മാത്രമേ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ, 23 യൂണിവേഴ്സിറ്റികൾ. ഇന്ത്യക്ക് മാത്രമേ ടെക്നോളജികളും കാര്യങ്ങളും വിദ്യാഭ്യാസവും ഹെൽത്തും എല്ലാ സിസ്റ്റങ്ങളും ഉണ്ടായിരുന്നുള്ളൂ 1400 വർഷം മുമ്പ്. അപ്പൊ അതിനുശേഷം നമ്മുടെ രാജ്യത്തെ അക്രമകാരികൾ പല രീതിയിൽ തകർക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ അമ്പലത്തിന്റെ നിർമ്മാണമൊക്കെ 1947 ഓഗസ്റ്റ് 15 തന്നെ ചെയ്യേണ്ടതായിരുന്നു. രാമരാജ്യമായിട്ട് തന്നെ ഹിന്ദുസ്ഥാനായിട്ട് തന്നെ അന്ന് ഇത് മതാടിസ്ഥാനത്തിലാണ് വിഭജിച്ചത്. അപ്പൊ അന്ന് തന്നെ ആ പ്രഖ്യാപനം നടത്തി അന്ന് തന്നെ ഈ ടെമ്പിൾ ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. ശരിക്കും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും പോകാതെ നിൽക്കുന്ന ചിലരും പാകിസ്ഥാനിലോട്ട് ടിക്കറ്റ് കിട്ടാത്തവരും എല്ലാവരും കൂടെ ഇത് 75 വർഷം ഡിലേ ചെയ്യിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ ഒരു KSU പ്രവർത്തകനായിരുന്നു 84-91. ഈ രാം ജന്മഭൂമിയിൽ ഈ ആ ബാബറി മസ്ജിദ് തകർത്ത് അവിടെ ഇവര് കൈവശപ്പെടുത്തി പ്രതിമ സ്ഥാപിച്ചപ്പം, അതായത് റാംലല്ലയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ച് ഏത് ഡിസംബർ 1992 BJP ചേർന്ന ആളാണ് ഞാൻ. ദേശീയതയിലോട്ട് വന്ന ആളാണ് ഞാൻ. ഈ ഒരു സംഭവം തന്നെ ആയിരിക്കും ഈ ശ്രീരാമന്റെ അമ്പലവും അത് തന്നെ ആയിരിക്കും കൂടുതൽ ആൾക്കാരെ ദേശീയതയിലേക്ക് എത്തിക്കുന്നത്. ഇനിയുള്ള കാലത്തും രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതും ദേശീയതയായിരിക്കും. രാജ്യത്തിന് വലിയ വികസനമാണ് ഇതിന് വരാൻ പോകുന്നത്. അത് സൈനിക രംഗത്തുണ്ടായിരിക്കും, വിദ്യാഭ്യാസത്തിലുണ്ടായിരിക്കും, ആരോഗ്യത്തിലുണ്ടായിരിക്കും, ഇൻഫ്രയിലുണ്ടായിരിക്കും. ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും ഈ രാമരാജ്യവും ഇതും വലിയൊരു പുരോഗതിയാണ് വരുത്താൻ പോകുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ വാല്യൂ എന്താണ് എന്ന് മറ്റ് ലോകരാഷ്ട്രങ്ങൾ കൂടുതൽ അംഗീകരിക്കുകയും ചെയ്യും. ലോകത്തുള്ള മറ്റ് 150ഓളം 200ഓളം രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ വിലമതിക്കേണ്ടതായിട്ട് വരും. കാരണം ഇന്ത്യയുടെ ശക്തി ആ രീതിയിൽ ഉയരുകയാണ്. അതുകൊണ്ട് ഈ രാമരാജ്യം എന്ന് പറയുന്നത് നട്ടല്ലില്ലാത്ത ഈ ആൾക്കാർ പറയുന്ന, കോൺഗ്രസ്സുകാർ പറയുന്ന സെക്കുലർ സോഷ്യൽ നട്ടല്ലില്ലാത്ത ഒരു രാജ്യമല്ല. അത് കൃത്യമായ തീരുമാനം. ഇപ്പൊ നമുക്കറിയാം, പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഗ്ലോബൽ ഇവന്റ് ഉണ്ടായാൽ ഇന്ത്യക്ക് ഒരു തീരുമാനവും ഇല്ല. ഇന്ത്യ ഇങ്ങനെ ചേരിചേരാ നയം, മറ്റേ നയം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മിണ്ടാണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഒന്നിനും ഒരു നയമില്ല. അമേരിക്ക പറയുന്നതിന്റെയോ അല്ലെങ്കിൽ ചൈനയോ റഷ്യ പറയുന്നതിന്റെ ഒക്കെ വാലെ തൂങ്ങി നടക്കുന്നതായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ഉക്രൈൻ യുദ്ധം വന്നു, ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട്. ഇസ്രായേൽ യുദ്ധം വന്നു, ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട്. എല്ലാ കാര്യത്തിലും ഇന്ത്യക്ക് നട്ടലുള്ള ഒരു സമീപനമുണ്ട്, നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട്. അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ രാജ്യത്തിന്റെ ഗൗരവമാണ്, ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്, ഇതിന്റെ സംസ്കാരമായ ഹിന്ദുത്വമാണ്. അതിനെ ദൈവമായിട്ട് കാണുന്നവരാണ് ഇവിടെ മെജോറിറ്റി ഉള്ള ആൾക്കാരും. അവരെ അംഗീകരിക്കണം. കാരണം 12,000 വർഷം ഈ രാജ്യത്ത് ഇവിടെ ജീവിച്ച ഇപ്പം ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് 1,500 വർഷമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ഒരു ദുഃഖമായിരുന്നു ഈ രാമന്റെ അമ്പലമൊക്കെ. അപ്പൊ അവരുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുകയാണ്. വിളക്ക് കൊളുത്തിയും അവരുടെ കൂടെ ആടിയും പാടിയും എല്ലാം. ഞാനാണ് ഇപ്പൊ ബാംഗ്ലൂർ ആഘോഷം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ.
അപ്പൊ ആ പങ്കെടുക്കുക, ആ ആഘോഷത്തിൽ നമ്മൾ മനസ്സോടെ പങ്കെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. അതായത് ഇന്നത്തെ ഹിന്ദുക്കളുടെ ആഘോഷത്തിൽ പങ്കെടുക്കാതെ ഒരുത്തൻ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടാൽ അവനൊരു മനുഷ്യനല്ല. അപ്പൊ ഞാനൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ, ഇത്രയും കാലം എൻ്റെ കൂടെ 19 വർഷം എൻ്റെ കൂടെ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിച്ച ഹിന്ദു സഹോദരന്മാരുടെ കൂടെ ഈ രാമരാജ്യത്തിന്റെ ആഘോഷത്തിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ എനിക്കിനി ഒരു മനുഷ്യനോ ക്രിസ്ത്യാനിയോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയാണ്. ഈ രാമരാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഉന്നതങ്ങളിലേക്ക് നയിക്കും. നമ്മളുടെ 10,000 വർഷത്തെ കഷ്ടപ്പാടുകൾ, അക്രമകാരികൾ, മുഗൾ അക്രമകാരികളും ബ്രിട്ടീഷുകാരും ചൈനക്കാരും പാകിസ്ഥാൻകാരും ഇവരെല്ലാം അക്രമം നടത്തിയത് പോട്ടെ, കഴിഞ്ഞ 75 വർഷം സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് നമ്മളെ പറ്റിച്ച കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി ഉണ്ട്. അവരാണ് ഇന്ന് എക്സ്പോസ് ആകുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അത് ജനങ്ങളിലേക്ക് കൊടുക്കാതെ, ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് പോയിട്ട് അത് ജനങ്ങളിലേക്ക് കൊടുക്കാതെ കൈവശം വെച്ച് ഉരുട്ടിക്കൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മറ്റ് സ്റ്റേറ്റുകളിൽ ആ പ്രശ്നമില്ല. അപ്പൊ ഇതിന്റെ അന്താരാഷ്ട്രമായിട്ട് നമുക്ക് കിട്ടുന്ന മേന്മകളാണ് ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന അഭിമാനം. അതായിരിക്കും നമ്മളുടെ രാജ്യത്തിന് ഇനി പുരോഗതി കൊണ്ടുവരുന്നത്. ഇനി ഒന്നുകൂടെ വരികയാണ്, അഖണ്ഡ ഭാരതവും കൂടെ വരികയാണ്. അപ്പോഴത്തേക്ക് മോങ്ങുന്നവർക്ക് കൂടുതൽ കുറവ്. പണ്ട് രാജീവ് ഗാന്ധി സാർക്ക് എന്നും പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. അപ്പൊ ഇനി കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഞാൻ പറയുകയാണ്, ഈ സാർക്കൊക്കെ അഖണ്ഡ ഭാരതമാകും, വലിയ താമസമില്ല. നിങ്ങൾ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ ഉണ്ട്, ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ അവിടെയൊക്കെ പറ്റാൻ പറ്റില്ല. മിക്കവാറും അവരെല്ലാരും കൂടി പോരും. അതുകൊണ്ട് ഈ മോങ്ങൽ നിങ്ങൾ നിർത്തിയേക്കരുത്. കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റിനോടും കേരളത്തിലെ ഒത്തിരി മീഡിയക്കാരുണ്ട്, പല ജനമല്ലാത്ത കുറെ മീഡിയക്കാരുണ്ട്. അതിന്റെ അകത്ത് മൊത്തം മാരീജനും ശൂർപ്പണകയൊക്കെ രാവിലെ തുടങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മാരീജന്മാരോടും ശൂർപ്പണകളോടും ഒക്കെ പറയുകയാണ്, ഇനി അഖണ്ഡ ഭാരതം വരുമ്പോൾ കുറച്ച് കണ്ണുനീര് ബാക്കി വെക്കുക, അപ്പം നിങ്ങൾക്ക് കരയാനുണ്ട്. കാരണം ഇത് തുടക്കമാണ്. രാമരാജ്യം എന്ന് പറയുന്ന ഒരു വലിയ തുടക്കമാണ്. അതിനൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ, അത് അടുത്ത ഒരു 1000 വർഷത്തേക്ക് നമ്മുടെ രാജ്യം ഉന്നതയിലേക്ക് പോവുകയാണ്. അപ്പൊ അത് നമ്മുടെ രാജ്യത്തിന്റെ 1000 വർഷത്തെ അടിമത്വം കഷ്ടകാലം എല്ലാം കഴിഞ്ഞു. നമ്മൾ സന്തോഷിക്കുകയാണ്. അതിൻ്റെ അകത്ത് വർഗീയതയോ ജാതീയതയോ ഒന്നുമില്ല. ഈ കേരളത്തിലുള്ള ആൾക്കാർ പറയുന്ന ക്യാപ്സൂളിനെ തള്ളിക്കളയുന്നു. അതുകൊണ്ട് ജയ് ശ്രീറാം, ജയ് ഹിന്ദുസ്ഥാൻ, വന്ദേ മാതരം.